ഇങ്ങനെയല്ല കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറരുത്, കാല് വലത്തോട്ട് കറക്കി കൈ കൊണ്ടാറരുത്. ഇത് മറ്റേ പ്രാഞ്ചേട്ടൻ സിനിമയിലുള്ളതല്ലേ? അതെ, പക്ഷെ 14 കൊല്ലായി പടം ഇറങ്ങിട്ട് ഇതുവരെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ആക്ച്വലി എന്താ സംഭവം? ഇതുണ്ടല്ലോ ബ്രെയിൻ ഫയറിംഗ് എക്സസൈസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനൊന്ന് ഓൺ ആക്കാൻ പറ്റും. പിന്നെ 1-2 മണിക്കൂർ ടയേർഡ് ആവില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നിന്റെ നെർവസ് സിസ്റ്റം ന്യൂറോൺസിനെ കുറിച്ചുള്ള ഒരു നോളേജ് ഒന്ന് ഞാൻ നോക്കാം. അതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നല്ലേ? അതൊക്കെ അറിയായിരുന്നു. നമ്മുടെ ബ്രെയിനിലെ 2 ഹെമിസ്ഫിയർ ഉണ്ട്. റൈറ്റ് സൈഡിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങും ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒക്കെ വരും. ലെഫ്റ്റ് സൈഡിൽ ലോജിക്കൽ തിങ്കിങ്ങും അനലിറ്റിക്സ് ഒക്കെ വരും. ഓ, ഇതൊക്കെ പണ്ട് മേരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ നടുവിലെ ഒരു ജംഗ്ഷൻ ഉണ്ട്, കോർപ്പസ് കലോസം. ഈ 2 ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്ത് സിഗ്നൽസ് ഒക്കെ പാസ് ചെയ്യുന്ന ഒരു നെർവ് ഫൈബർ ബണ്ടിലാണിത്. ഈ പറഞ്ഞതില്ലേ, അത് മാത്രം എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോഴേ നമ്മുടെ 2 ഹെമിസ്ഫിയറും ആക്ടിവേറ്റ് ആകും. അങ്ങനെ അവിടെ ന്യൂറോൺസ് ഫയറിംഗ് ഉണ്ടാവും. അതുവഴി നമ്മുടെ അറ്റൻഷൻ, മെമ്മറി, കോർഡിനേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് കൊള്ളാം. ഇതുപോലെ ഇനി വേറെ എക്സസൈസുകൾ ഉണ്ടോ? ഉണ്ടല്ലോ. ഇതുപോലെയുള്ള ബ്രെയിൻ ഫയറിംഗ് എക്സസൈസുകൾക്ക് വേണ്ടി കമന്റ് ഫയർ.